തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയുള്ള രാജിയുടെ കാരണം വ്യക്തമല്ല. 2027 വരെ അരുൺ ഗോയലിന് കാലാവധിയുണ്ട്. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഏറ്റവും പ്രധാനം പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം അടുക്കുന്നു. ഈ ഘട്ടത്തിലെ അപ്രതീക്ഷിത രാജി എന്താണ് മനസ്സിലാക്കേണ്ടത്? അസത, വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. 13 അല്ലെങ്കിൽ 14 കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചിരിക്കുന്നത്. അരുൺ ഗോയലിന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ കേന്ദ്ര നിയമ മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു രാജി എന്തിനാണ് എന്ന വലിയൊരു ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ 3 പേരിൽ 2 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രാജീവ് കുമാർ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 പോസ്റ്റിൽ ഒരാളെ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരിന് നിയമിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നേരിടുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഒരു പുതിയ ഒരു അപ്പോയിന്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അരുൺ ഗോയൽ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ ഒരാളെ നിയമിക്കണം എന്നുണ്ടെങ്കിൽ അതിനും വലിയ തലത്തിലുള്ള നടപടിക്രമങ്ങൾ ബാക്കി. ഇദ്ദേഹത്തിന്റെ നിയമനത്തിനെതിരെ ചില സംഘടനകൾ സുപ്രീം കോടതിയൊക്കെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഏതെങ്കിലും കാരണത്തോട് ചേർത്ത് വെച്ച ഈ രാജിയെ വായിക്കണോ? അസുത, നേരത്തെ തന്നെ ADR, അതായത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സംഘടന അരുൺ ഗോയലിന്റെ നിയമനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് 2023 ഓഗസ്റ്റിലായിരുന്നു അത്തരമൊരു നീക്കം ഈ ഒരു സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സംഘടന തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിലും CPIM-നൊപ്പം കക്ഷി ചേർന്ന ഒരു സംഘടനയാണ്. ആ സംഘടന നേരത്തെ ഇത്തരത്തിൽ അരുൺ ഗോയലിന്റെ ഈ ഒരു സ്ഥാനത്തേക്ക് നിയമനം നൽകിയ രീതിയെ ചോദ്യം ചെയ്തുകൊണ്ടടക്കം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ 2023 ഓഗസ്റ്റിൽ ആ ഒരു ഹർജി തള്ളിക്കളഞ്ഞതാണ്. അതിനുശേഷം ഇത്രയും നാളുകൾ കഴിയുമ്പോഴാണ്, മാസങ്ങൾ കഴിയുമ്പോഴും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയുമാണ് ഇത്തരമൊരു രാജി നൽകിയിരിക്കുന്നത്. ഈ രാജി നൽകുമ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാര്യമെന്ന് പറയുന്നത്, ഇനി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ആ പാനലിൽ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ഇനി ആ സ്ഥാനത്തുള്ളത് എന്നതും വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് പുതിയ ഒരാളെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കേണ്ടി വരും. ഈ പാനലിലേക്ക് ഒരാളെ കൂടി അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ നോക്കിക്കാണേണ്ടത്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ BJP സർക്കാർ പുതിയ ഒരു ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിന്റെ രീതി തന്നെ മാറ്റിക്കൊണ്ട് സുപ്രീം കോടതി വിധി പോലും മറികടന്നുകൊണ്ട് പുതിയൊരു ബില്ല് സഭയിൽ പാസ്സാക്കി ആ നിയമം രാജ്യത്ത് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന പാനൽ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവും ഉൾപ്പെടുന്ന 3 പേരുടെ പാനലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു രീതി മാറ്റിക്കൊണ്ട് ഈ പാനലിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ഈ കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തുക എന്നതാണ് പുതിയ ഒരു ബില്ല് കൊണ്ടുവരികയും അത് നിയമമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ ഒരു ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ആ കമ്മിറ്റിയായിരിക്കും നിയമനം നൽകുക. അതായത് പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു സമിതിയായിരിക്കും
പുതിയ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുക. അപ്പോൾ ആ ഒരു നിയമനത്തിൽ പോലും പുതുതായിട്ട് വരുന്ന ഇലക്ഷൻ കമ്മീഷണർ കാര്യത്തിൽ പോലും വലിയ തലത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരും. കാരണം ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്താണ് ഈ പാനലിൽ. അതുകൊണ്ട് തന്നെ ആരെ ആയിരിക്കും അത്തരത്തിലൊരു കമ്മീഷൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതടക്കം വലിയ ചോദ്യങ്ങളിലേക്ക് തന്നെയാണ് ഈ ഒരു രാജി വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും വിഷ്ണു പറഞ്ഞതുപോലെ അത്തരം നിരവധി പ്രശ്നങ്ങൾ കൂടി ഈ നിലനിൽക്കുകയാണ്. 2027 വരെ കാലാവധി ഉള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജിയുടെ കാരണം വ്യക്തമാക്കിയിട്ടുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു തലമുറ.